എന്താ ശുഭ പ്രശ്നം? സാറേ ഒരാഴ്ചയായിട്ട് എൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയാണ്. ഉപ്പൂറ്റിക്ക് വേദന? അതെ അതെ. അത് ശരി. ഒരാഴ്ചയായിട്ട് ഉപ്പൂറ്റി. ഒരാഴ്ചയായിട്ട്. രാവിലെ എഴുന്നേറ്റ് കട്ടിലേന്ന് ഇറങ്ങി കാല് തറയിൽ കുത്തുമ്പോഴാണ് കൂടുതൽ. അതെ അതെ അതെ, അന്നേരമാണ് കൂടുതൽ വേദന. കുറച്ചുകൂടെ നടക്കുമ്പോൾ ഇച്ചിരി അങ്ങ് കുറയും. കുറച്ച് കുറയും. ഇനി എവിടെയെങ്കിലും കുറെ നേരം ഇരുന്നിട്ട് നടന്നു തുടങ്ങുമ്പോൾ വീണ്ടും വേദന. അതെ അതെ. ഷുഗർ ഉണ്ടോ? ഇല്ല ഇല്ല. തൈറോയിഡിന്റെ അസുഖം ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ട്. തൈറോയിഡൊക്കെ എന്ന് അവസാനം നോക്കിയേ? കുറെ നാളായി സാറേ നോക്കി. കുറച്ച് നാളായി. യൂറിക് ആസിഡിന്റെ അസുഖമോ വാദത്തിന്റെ അസുഖമോ ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഉപ്പൂറ്റിക്ക് അടിയിൽ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞൊരു ദശയുണ്ട്. ആ ദശയ്ക്ക് നീർക്കെട്ട് വരുന്നതാണിത്. ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വരുന്ന ആൾക്കാർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കാല് തറയിൽ കുത്തുമ്പോഴായിരിക്കും അതിശക്തമായ വേദന വരുന്നത്. കുറച്ചു ദൂരം നടക്കുമ്പോൾ അതങ്ങ് കുറയും. പിന്നെ എവിടെയെങ്കിലും കുറേ നേരം ഇരുന്നിട്ട് നടന്നു തുടങ്ങുമ്പോഴായിരിക്കും പ്ലാന്റാർ ഫേഷ്യേറ്റിസിന്റെ വേദന വരുന്നത്. ഇതിന് സാധാരണ കുറച്ച് കാരണങ്ങൾ കാണും. ഒന്ന് അമിതവണ്ണം ഉണ്ടോയെന്നോ, പിന്നെ ഷുഗർ, തൈറോയിഡ്, യൂറിക് ആസിഡ്, വാദത്തിൻ്റെ അസുഖം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും. വീട്ടിൽ ചെരുപ്പിടാതാണോ നടക്കുന്നത്? അതെ. വീട്ടിൽ ചെരുപ്പ് ഇട്ടുകൊണ്ടേ നടക്കാവൂ. ഇതിന് പ്രത്യേകം ചെരുപ്പ് കിട്ടും. മൈക്രോ സെല്ലുലോസ് റബ്ബർ എന്ന് പറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ കൊണ്ടുണ്ടാക്കി ചെരുപ്പ് കിട്ടും. ഇനി ശുഭ പുറത്ത് പോകുമ്പോഴും വീടിനകത്ത് നടക്കുമ്പോഴും ആ ചെരുപ്പ് ഇട്ടുകൊണ്ടേ നടക്കാവൂ. അത് കൂടാതെ ഞാൻ നൈറ്റ് സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞ് രാത്രി ഇടാനായിട്ട് ബെൽറ്റ് തരാം. കാല് കിടക്കുമ്പോൾ സാധാരണഗതിയിലേക്ക് വളഞ്ഞു പോകാതിരിക്കാനായിട്ട് കുത്തി നേരെ വെക്കുന്ന രീതിയിലുള്ള സ്പ്ലിൻ്റ് ഞാൻ തരാം. അത് ശുഭ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യണം. പിന്നെ നമുക്കുള്ളത് ഫിസിയോതെറാപ്പിയാണ്. ഇതിനായിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഫിസിയോതെറാപ്പിയിലോട്ട് വിടാം. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കുറേ എക്സസൈസുകൾ ഫിസിയോതെറാപ്പിസ്റ്റ് പഠിപ്പിച്ച് അത് സ്ഥിരം ചെയ്യാം. അതുകൂടാതെ ഞാൻ നീർക്കെട്ട് കുറയാനുള്ള ഗുളികയും തരാം.